സരിത ഇപ്പോൾ ഒരു പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ബാബുരാജ് പൈസ തട്ടിച്ചു എന്നാണ് പറയുന്നത്. സരിത ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോൾ 2018 രോഗം കണ്ടുപിടിച്ചിരുന്നു. അന്ന് കുറച്ച് പൈസ മോഹൻലാൽ നൽകി. ആ പൈസ ബാബുരാജ് സ്വന്തം തിരിച്ചടവ് മുടങ്ങിയത് അടയ്ക്കാനായിട്ട് എടുത്തു. അന്ന് ഈ പൈസ കിട്ടിയിരുന്നെങ്കിൽ തനിക്ക് ഇത്രയധികം രോഗം മൂർച്ഛിക്കില്ലായിരുന്നു എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ബാബുരാജിൻ്റെ പാസ്പോർട്ട് സഹിതം ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സരിത ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി ഉയരുന്നൊരു സംശയം, ഇത്തരത്തിൽ മോഹൻലാൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ബാബുരാജിന് കൊടുക്കുന്നത് എന്താണ്? ഒരുപക്ഷെ അമ്മയുടെ പ്രതിനിധി എന്ന നിലയിലാണെങ്കിൽ അത് ഓതോറിറ്റിക്കായിട്ട് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണമാണോ അതോ ആരോപണത്തിൽ കഴമ്പുണ്ടോ? എന്താണിതെന്ന് മനസ്സിലാകുന്നില്ല. എന്നോട് ബിനു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. എനിക്കും ഇത് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ. അതെ. പക്ഷേ സരിത നായർ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാം എന്ന് നമുക്ക് മുൻകാല തെളിവുകൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അതെ. കാരണം അതിനകത്ത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇവിടെ മോഹൻലാലിനെ വരെ മുൻമുനയിൽ നിർത്തുന്ന ഒരു കാര്യമാണിത്. കാരണം മോഹൻലാൽ സരിത നായരുമായിട്ട് എന്താണ് ബന്ധം? മോഹൻലാൽ അങ്ങനെ രോഗാവസ്ഥയിലുള്ള ഒരാളെ സഹായിക്കുന്നു എന്ന് വിചാരിക്കുക. അത് സരിത നായർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുക. നമ്മൾ സങ്കല്പമാണ് പറയുന്നത്. എന്തിന് മോഹൻലാൽ അത് ബാബുരാജിനെ ഏൽപ്പിക്കണം? അതെ. ആരെങ്കിലും ദൂതനെ അയക്കാൻ പറഞ്ഞാൽ അവരുടെ ഇല്ലേ കൊടുത്തുവിടേണ്ടത്? അതെ. ഇത് മോഹൻലാലിനെ ഏൽപ്പിച്ചു. മോഹൻലാൽ ആ പണം ബാബുരാജിനെ ഏൽപ്പിച്ചു. ബാബുരാജ് അത് മറ്റേ KFCയുടെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കി. അപ്പോൾ എന്നോട് മാത്രമാണോ ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ ദുബായിലുമൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്നൊരു സംഘടനയാണല്ലോ എന്ന രീതിയിൽ വളരെ ഗൗരവതരമായ ഇതാണ് ഉന്നയിച്ചിരിക്കുന്നത്. എനിക്കിതിൽ വിശ്വാസമില്ലാത്തത് മോഹൻലാൽ സരിത നായർക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും? ഈ പണം അടച്ച് KSFയുടെ ലോൺ തീർത്തു എന്ന് പറഞ്ഞാൽ, അതോ KFCയുടെയോ? KFCയുടെ ലോൺ തീർത്തു എന്ന് പറഞ്ഞാൽ പരാതിയുടെ പകർപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എത്ര ലക്ഷം രൂപയുണ്ടാകും? KFCയുടെ ലോൺ തീർക്കണമെങ്കിൽ എന്തായാലും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആയിരിക്കില്ല. KFC ലോൺ എടുക്കുന്നത് ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന ലോണാണ്, വ്യവസായ ലോണാണ്. അതിനു വേണ്ടി എടുത്തിരിക്കുന്ന ലോൺ അടച്ചു തീർത്തെങ്കിൽ മോഹൻലാൽ ലക്ഷക്കണക്കിന് രൂപ സരിത നായർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവണം എന്നല്ലേ മനസ്സിലാക്കുന്നത്. ഇത് പാളിപ്പോകാവുന്ന ഒരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കരുതിക്കൂട്ടി ചിലരുടെ ഇടപെടലുകൾ അതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരുടെ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സരിത നായരുമായി ബന്ധമുള്ള ഏതെങ്കിലും നടന്മാരോ നടിമാരോ അമ്മയിലുണ്ടോ, അമ്മയുടെ അംഗത്വത്തിലുണ്ടോ, അല്ലെങ്കിൽ ബാബുരാജിനോട് ശത്രുതയുള്ളവരുണ്ടോ? ആ ബാബുരാജിനുള്ള ശത്രുത തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ആയുധമായിട്ട് എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. മോഹൻലാൽ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ പണം കൊടുക്കാൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെ കൊടുക്കണം എങ്കിൽ തന്നെ അതൊരു വലിയ തുകയാകാൻ വഴിയില്ല. ആ വലിയ തുക അത് ബാബുരാജിൻ്റെ കയ്യിൽ എന്തിനു വേണ്ടി കൊടുത്തു? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഒന്നുകിൽ മോഹൻലാൽ ബാബുരാജാണ്. അതെ. സരിത നായർ ഒരു ഫേസ്ബുക്കിലൂടെ വന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ബാബുരാജിനെ മത്സരിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ മത്സരിച്ച് തോൽപ്പിക്കാനോ ഉള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമെന്ന് വേണം ഇപ്പോൾ നമുക്ക് കണക്കൂട്ടാൻ. അല്ലാതെ അതിനകത്ത് വാസ്തവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ കേരളീയ പൊതുസമൂഹം ഉൾപ്പെടെ ഉറ്റുനോക്കുന്നുണ്ട് ഇതിൽ ആര് ജയിക്കും. പക്ഷേ ഈ പറഞ്ഞ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതിലുള്ളവർക്ക് മാത്രമാണ് ഇതിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരോപണ വിധേയരാണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അഭിമതരാണെങ്കിലോ ഒക്കെ ആണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് എന്നതിനെ പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ആരോപണ വിധേയനും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും കൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപം വന്നതും ഇവരെല്ലാം പറഞ്ഞു വിട്ടതും അല്ലെങ്കിൽ അവർ പിന്മാറിയതും. പിന്നീട് മോഹൻലാൽ ഈ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുന്നു, മറ്റ് മത്സരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു, സ്ത്രീ വേണമെന്ന് പറയുന്നു, യുവ താരങ്ങൾ വേണമെന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ജനമെന്ന രീതിയിൽ നമ്മൾ കാണുന്നത് അമ്മയിൽ ആരായിരിക്കും പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ ഇത് സുതാര്യമായിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഗോസിപ്പുകൾ
ഉള്ള ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും കുറേ പേർക്ക് കൈനീട്ടമായും ഒക്കെ കുറേയേറെ പൈസ ലഭിക്കുന്നുണ്ട് അവർക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണം വാങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. എപ്പോഴും താരങ്ങളോട് വലിയ ആരാധനയുള്ളൊരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ വരുന്നതിന് പകരം ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ വരുന്നതിനോടായിരിക്കും നമുക്ക് കേരളീയ പൊതുസമൂഹത്തിലുള്ള ഒരാളെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും താല്പര്യമുണ്ടാവുക. പക്ഷേ ഇത്തരത്തിൽ ചിലർക്ക് മാത്രം താല്പര്യമുള്ള ആളുകൾ കടന്നു വരാനുള്ള സാധ്യത അതിലുണ്ടാകില്ലേ? അല്ല, കേരളീയ പൊതുസമൂഹത്തിന് എന്താണ് ഇതിനകത്ത് ഇത്ര ഒരു ക്യൂരിയോസിറ്റി? എൻ്റെ ചോദ്യം അതാണ്. അവിടെ അനൂപ് ചന്ദ്രനോ മോഹൻലാലോ അല്ലെങ്കിൽ ജഗദീഷോ ശ്വേതാമേനോനോ പ്രസിഡൻ്റായാൽ കേരളീയ പൊതുസമൂഹത്തിന് എന്താണ്? അതിനകത്ത് അംഗങ്ങൾക്ക് പ്രശ്നമുണ്ട്. പിന്നെ അതിനകത്ത് ഇന്നയാൾ ജയിക്കണമെന്ന് പറയാൻ പറ്റില്ല. അംഗങ്ങൾ വോട്ട് ചെയ്യണമല്ലോ. അംഗങ്ങൾ മന്ദബുദ്ധികളല്ലല്ലോ, അവർക്ക് ചിന്താശേഷിയുള്ളവരാണ്. അവർ തീരുമാനിക്കട്ടെ. ഇങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ളവർ മത്സരിക്കണമോ അല്ലെങ്കിൽ മത്സരിച്ചാൽ അവർ ജയിപ്പിക്കണമോ എന്ന് അംഗങ്ങളിലെ തീരുമാനിക്കേണ്ടത്. എന്തായാലും 150-ൽ പരം അംഗങ്ങൾക്ക് അവിടെ കൈനീട്ടമെന്ന് പറഞ്ഞ് ഒരു സഹായം കൊടുക്കുന്നുണ്ട്. അത് ലഭിക്കുന്നവരെങ്കിലും നല്ലൊരു നേതൃത്വം വരണമെന്ന് ആഗ്രഹിക്കും. പിന്നെ ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഒരു ഇലക്ഷൻ വെക്കുമ്പോൾ 500 അംഗങ്ങളുള്ള ആ സംഘടനയിൽ ഒരു ജൂൺ 30-ന് എല്ലാ വർഷവും അവർ ആനുവൽ ജനറൽ ബോഡി വെക്കുന്നത് ജൂൺ 30-നാണ്. ആ സമയത്ത് ആ ഒരു ദിവസം അവധി കൊടുക്കും, കംപ്ലീറ്റ് ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെക്കും. എന്നിട്ടാണ് താരങ്ങളെല്ലാം വരിക. എന്നാൽ ഈ ഓഗസ്റ്റ് 15-ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഇലക്ഷൻ വെക്കുമ്പോൾ എത്ര പേര് വരും? ഷൂട്ട് കൊണ്ട് മാത്രമല്ല, കോഴിക്കോട് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ ചിലപ്പം വരില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ലൊക്കേഷൻ ഉണ്ടെങ്കിലും വരാൻ പറ്റില്ല. സംസ്ഥാനങ്ങളിൽ ലൊക്കേഷൻ ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും വരണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു 200-ൽ താഴെ ആളുകളായിരിക്കും വോട്ട് ചെയ്യുക. ആ 200 പേരാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇനി അധികാരത്തിലേക്ക് വരേണ്ടത്, ആരാണ് അമ്മയെ നയിക്കേണ്ടത്. പിന്നെ ഇത്രയധികം മത്സരം വരുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട്. ഈ താരങ്ങളെ നയിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, അതൊരു മറ്റൊരു താരമാണെങ്കിലും അവർക്കതിനോടൊരു ആഗ്രഹമുണ്ടാകും. ഞാൻ അമ്മയുടെ പ്രസിഡൻ്റാണ്, അമ്മയുടെ അംഗങ്ങളോടൊക്കെ അവിടെ ഒരു കാര്യം പറഞ്ഞാൽ അവരെ അനുസരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഇവരാരും അങ്ങനെ സംഘടനാ പാഠമുള്ളവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് പേര് ഇടവേള ബാബുവിനോട് പറയുന്നുണ്ട് മത്സരിക്കാൻ. പക്ഷേ ഞാൻ ഇടവേള ബാബുവായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു കാരണവശാലും മത്സരത്തിനില്ല, അതിൻ്റെ അധികാരത്തിലേക്ക് ഇനി വരുന്നില്ല. കാരണം 10-20 വർഷമായി അതിൻ്റെ കമ്മിറ്റി അംഗമായും ജോയിൻറ്റ് സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായിട്ടൊക്കെ നിന്ന് ഒരുപാട് അനുഭവം കിട്ടി. അതായത് അതിന് അദ്ദേഹം പറയുന്നത് താങ്ക്ലെസ് ജോബാണ്. സംഘടനാ നേതൃത്വത്തിലിരിക്കുന്നവർക്കെല്ലാം അത് തന്നെയാണ്. കാരണം ഓണറേറിയമോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ കഷ്ടപ്പെടുക, ചീത്ത കേൾക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടവേള ബാബു പറഞ്ഞു ഞാനിനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അംഗങ്ങൾ പറയുന്നത് ഇടവേള ബാബു ഉണ്ടായിരുന്ന കാലത്ത് ഒരു ചിട്ട ഉണ്ടായിരുന്നു ആ ഓഫീസ് കാര്യങ്ങൾക്കെല്ലാം. അല്ല, പൊതുവേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഈ കുറച്ച് തിരക്ക് കുറഞ്ഞ ആൾക്കാർ സിനിമയിൽ വരുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ സമയം ഇതിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടും. നമ്മളീ പറഞ്ഞ പോലെ മോഹൻലാലൊക്കെ എത്തുകയാണെങ്കിൽ അവർക്ക് ഷൂട്ടിംഗ് തിരക്കുകൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇടവേള ബാബുവിനെ സംബന്ധിച്ച് സിനിമയിൽ അത്ര കൂടുതൽ ഒരു റോളുകൾ. രണ്ട് കാര്യമാണ്, തിരക്കില്ലാതിരിക്കണം, ഒപ്പം സംഘടനാ പാഠവും നേതൃപാഠവും കൂടി ഉണ്ടാവണം. ഈ രണ്ടും കൂടെ ചേരുന്ന ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം കേരള പൊതുസമൂഹത്തിനോടൊപ്പം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.